നമസ്കാരം. ഭക്ഷ്യയോഗ്യവും ധാരാളം ഔഷധ ഗുണമുള്ള പച്ചക്കറി ഇനങ്ങൾ നമ്മുടെ കേരളത്തിൽ ധാരാളം കൃഷി ചെയ്തിരുന്നു. അതിൽ നമ്മൾ മറന്നുപോയ ചിലതിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഒരു കാലത്ത് വ്യാപകമായി കൃഷി ചെയ്തിരുന്ന എന്നാൽ ഇന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായിരിക്കുന്ന ചില പച്ചക്കറി ഇനങ്ങളുണ്ട്. അതിലൊന്നാണ് നെയ്ക്കുമ്പളം. ധാരാളം ഔഷധ ഗുണമുള്ള ഒരു കുമ്പളമിനമാണ് നെയ്ക്കുമ്പളം. വൈദ്യകുമ്പളമെന്നും ഇതറിയപ്പെടുന്നു. ഏകദേശം 250 ഗ്രാം തൂക്കമുള്ള വലിപ്പം കുറഞ്ഞ കായ്കളാണ് നെയ്ക്കുമ്പളത്തിലുണ്ടാകുന്നത്. കൂടുതലും ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉദര രോഗങ്ങൾക്ക് ഉത്തമ ഔഷധം കൂടിയാണ് നെയ്ക്കുമ്പളം. നെയ്ക്കുമ്പളം ചേർത്ത് തയ്യാറാക്കുന്ന കൂഷ്മാണ്ഡ രസായനം ശരീരപുഷ്ടിക്ക് പേരുകെട്ട ആയുർവേദ ഔഷധമാണ്. സാധാരണ കുമ്പളത്തേക്കാൾ കുമ്പളത്തിൻ്റെ പുറന്തോടിന് കട്ടി കൂടുതലാണ്. ആയതിനാൽ തന്നെ ദീർഘനാൾ ഇവ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കഴിയും. മറ്റ് കുമ്പള ഇനങ്ങൾ കൃഷി ചെയ്യുന്നത് പോലെ കുമ്പളത്തിൻ്റെ കൃഷിയും വരികൾ തമ്മിൽ 4-5 മീറ്ററും ചെടികൾ തമ്മിൽ 2 മീറ്ററും അകലം പാലിച്ച് തയ്യാറാക്കുന്ന തടങ്ങളിൽ 3-4 വിത്തുകൾ വീതം നടണം. ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ജൈവവളങ്ങളും ജലസേചനവും ചെയ്യണം. സാധാരണ രീതികൾ വിത്ത് നട്ട് 10-15 ദിവസത്തിൽ മുള പൊട്ടും. വെള്ളത്തിൽ കുതിർത്തും വിത്തുകൾ നടാവുന്നതാണ്. 6 മണിക്കൂർ കുതിർത്ത വിത്തുകൾ കോട്ടൺ തുണിയിൽ കിഴികെട്ടി ഒരു ദിവസം സൂക്ഷിച്ച ശേഷം നടുന്നത് വിത്ത് മുളയ്ക്കൽ വേഗത്തിലാവും. ഏകദേശം 2 മാസമാകുന്നതോടുകൂടി പൂക്കളുണ്ടാവുകയും കായ് പിടിച്ചു തുടങ്ങുകയും ചെയ്യും. വള്ളികൾ ഉണങ്ങിയതിനു ശേഷം വിളവെടുക്കുന്നതാണ് ഉത്തമം. ഇങ്ങനെ വിളവെടുക്കുന്ന നെയ്ക്കുമ്പളം ഏകദേശം 3 വർഷം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയും. മറ്റൊരു പച്ചക്കറി ഇനമാണ് കസ്തൂരി വെണ്ട. ഒരു കാലത്ത് നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്ന ഒന്നാണ് കസ്തൂരി വെണ്ട. എന്നാൽ ഇന്ന് വളരെ വിരളമായി മാത്രമേ കസ്തൂരി വെണ്ട കാണുന്നുള്ളൂ. വളർച്ചയിലും ഇലകളിലും പൂക്കളിലുമെല്ലാം സാധാരണ വെണ്ടയോട് സമാനത തോന്നുമെങ്കിലും അവയുടെ കായ്കൾ സാധാരണ വെണ്ടയ്ക്കയെ അപേക്ഷിച്ച് ചെറുതും വഴുവഴുപ്പ് കുറഞ്ഞവയുമാണ്. ഓരോ കവിളിലും കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. കായ്കൾ ഭക്ഷ്യയോഗ്യവും ഔഷധ മൂല്യമുള്ളവയുമാണ്. സാമ്പാറിൽ ഉപയോഗിക്കാം